കോട്ടയം ജില്ലയിലും കനത്ത മഴ തുടരുകയാണ്. പാറേച്ചാൽ ബൈപ്പാസിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈരാറ്റുപേട്ട കടുവമൂഴി ഭാഗത്ത് വീടുകൾക്ക് മുകളിൽ മരം വീണിട്ടുണ്ട്. കോട്ടയം മൂത്തോലിയിൽ നിന്ന് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, എന്താണ് ജില്ലയുടെ പൊതുവായ സാഹചര്യം? ടോബി, മഴയ്ക്ക് ഒരല്പം ശമനമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാവിലെ മുതൽ വലിയ മഴ കാര്യമായിട്ട് എങ്ങും പെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രിയിലും അർദ്ധരാത്രിയിലും അതിശക്തമായിട്ടുള്ള മഴയും ഒപ്പം തന്നെ കാറ്റും ഉണ്ടായിരുന്നു. ഇതിനാണ് പല സ്ഥലങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തൃക്കൊടിത്താനത്താണ് ആദ്യം നമ്മൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്ത ഒരു വീടിന് മുകളിലേക്ക് മരം വീണു. അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ടയിൽ നിരവധി വീടുകൾക്ക് മുകളിൽ മരം വീഴുന്ന സാഹചര്യമുണ്ടായി. തലനാട് LP സ്കൂളിൽ, അവിടുത്തെ വെള്ളാണി LP സ്കൂളിന്റെ ചുമര്, അതോടൊപ്പം തന്നെ മേൽക്കൂര പൂർണ്ണമായും തകരുന്ന കാഴ്ച കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നൊരു വിവരം, പാലായിലെ ഒരു കോളേജിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഒരു മൊബൈൽ ടവർ, അത് BSNLന്റെ ടവറാണ്. അത് കാറ്റിലും മഴയിലും സെന്റ് തോമസ് കോളേജിലാണ്. അതിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ആ ടവർ പോലും നിലം പൊത്തി എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുത്തോലി പഞ്ചായത്തിലാണ്. ഇവിടെയും സമാനമായ രീതിയിലുള്ള ഒരു സാഹചര്യമുണ്ട്. പന്തത്തല എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ വലിയ ഒരു വീടിന്റെ, മനോജ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടന്റെ വീടിന് മുകളിലേക്ക് ഇന്ന് രാവിലെ 2 മണി ശേഷം ഏകദേശം 3 മണിയോടുകൂടി കാറ്റിലും മഴയിലും ഒരു വലിയൊരു ആഞ്ഞിലി അത് മറിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനോജ് ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എപ്പോഴായിരുന്നു സംഭവം? രാത്രി 3:30 ഞാനും ഭാര്യയുടെ അമ്മയും കൊച്ചും ഉണ്ടായിരുന്നു. നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു. അധികൃതരെ അറിയിച്ചു? അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ആർക്കും അപായമൊന്നും ഇല്ല, ആർക്കും അപായമൊന്നുമില്ല. അമ്മയുടെ തലയിൽ ഓടിന് കഷ്ണം മണി ചെറിയ മുറിഞ്ഞു. ചെറിയൊരു മുറിവുണ്ടായിരുന്നു. അതാണ് ഇന്നലെ രാത്രിയിൽ ഇവരെല്ലാം ഉറങ്ങിക്കിടന്നപ്പോഴാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. വലിയ തോതിൽ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമുണ്ടായി, മഴയുണ്ടായിരുന്നു. ആ മഴയിലും കാറ്റിലുമാണ് ഈ വലിയ ഒരു ആഞ്ഞിലി അത് വീണ് ഇവരുടെ വീടിന്റെ ഒരു വശത്തേക്ക് വീണത്. വീടിന്റെ നടുഭാഗത്തല്ല. അതുകൊണ്ട് തന്നെ വലിയ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വീട്ടിലുണ്ടായിരുന്ന അമ്മയുടെ തലയ്ക്ക് ചെറിയൊരു മുറിവ് ഓട് വീണ് ഉണ്ടായിട്ടുണ്ട്. ഇതിന് സമാനമായ കാഴ്ചകൾ തന്നെയാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ജാഗ്രത പുലർത്തണമെന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇപ്പോൾ ആളുകൾക്ക് നൽകിയിട്ടുമുണ്ട്. ടി കെ